കോതമംഗലം കോഴപ്പിള്ളിയിൽ പുഴയിൽ മുങ്ങിമരിച്ച അമ്മയ്ക്കും മകൾക്കും വീടും നാടും യാത്രാമൊഴിയേകി. ആര്യപ്പിള്ളിൽ ജോമിനിയും മരിയയും ദുഃഖസ്മരണയായി. ശനിയാഴ്ചയാണ് ഇരുവരുടെയും മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്. കോഴപ്പിള്ളി ആര്യപ്പിള്ളിൽ വീട് ഒരു കണ്ണീർ കടലായിരുന്നു. അവിടെ ചലനമറ്റ ശരീരമായി ജോമിനിയും മകൾ മരിയയും. കണ്ണീർ പൊഴിക്കാതെ അവിടെ നിന്ന് ആർക്കും തിരികെ പോകാനാകുമായിരുന്നില്ല. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മരിയയുടെ സഹപാഠികൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ എല്ലാവരും. അവസാനമായി ഇരുവരെയും ഒരു നോക്ക് കാണുവാൻ, കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ, ഇനി ഒരിക്കലും മടങ്ങി വരാനാകാത്ത ലോകത്തേക്ക് അവരെ യാത്രയാക്കാൻ അവിടെ എല്ലാവരും എത്തി. ഞാൻ യാചിച്ചു, എൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ ഇരട്ട നീ അഴിച്ചു, എന്നെ സന്തോഷം പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഉച്ചയോടെയാണ് ജോമിനിയുടെയും മരിയയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. വൈകുന്നേരത്തോടെ കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയുടെ സെമിത്തേരിയിൽ ഇരുവർക്കും അന്ത്യനിദ്രയൊരുക്കി. ചടങ്ങുകൾക്ക് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴപ്പിള്ളി പുഴയിലെ ചെക്ക് ഡാമിൽ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു നാടിനെ നടുക്കിയ ആ ദുരന്തം. മരിയ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ചാടിയതാണ് മാതാവ് ജോമിനി. വിധി രണ്ടുപേരുടെയും ജീവനെടുത്തു. അന്ന് തന്നെ മരിയയുടെയും ഞായറാഴ്ച ജോമിനിയുടെയും. ഈസ്റ്റേൺ കമ്പനിയിൽ ജീവനക്കാരനായ അബിയുടെ ഭാര്യയും മകളുമാണ് കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖമായി മാറിയത്. ഇളയ മകൾ ജൂലിയയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും പുഴയിലിറങ്ങിയിരുന്നില്ല. ജൂലിയയുടെ നിലവിളിയാണ് ദുരന്തം പുറം ലോകത്തെ അറിയിച്ചത്. 39-കാരിയായ ജോമിനി വ്യാപാര സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു 15-കാരി മരിയ. GTV ന്യൂസ്, കോതമംഗലം. കീരമ്പാറ പുന്നേക്കാട് നിർമ്മിച്ച ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത്.